കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാർ അദാനിക്കും അംബാനിക്കും ഗുജറാത്തികളായ മറ്റ് ശതകോടീശ്വരന്മാർക്കും വേണ്ടി 140 കോടി ജനങ്ങളുടെയും നികുതിപ്പണം കൊള്ളയടിച്ച് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് അവരെ ശതകോടീശ്വരന്മാരാക്കുന്ന ദുർഭരണമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികലമായ GST നയം നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികളെയും ചെറുകിട ഇടത്തരം വ്യവസായികളെയുമെല്ലാം തകർത്ത് കളഞ്ഞ സർക്കാരാണ് മോദി സർക്കാർ. നോട്ട് നിരോധനത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർത്ത് കളഞ്ഞു. 10 ലക്ഷം കോടിയോളം രൂപയുടെ ബാങ്ക് വായ്പകളാണ് ഈ ശതകോടീശ്വരന്മാരുടേതായി മോദി സർക്കാർ എഴുതിത്തള്ളിയത്. ഇന്ന് രാജ്യത്തെ 205 ലക്ഷം കോടി രൂപയുടെ കടക്കെണിയിൽ BJP സർക്കാർ കൊണ്ട് ചാടിച്ചിരിക്കുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകാതെ അവരെ കടക്കെണിയിലും ആത്മഹത്യയുടെ വക്കിലും കൊണ്ടെത്തിച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റഴിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് കൊടുത്തുകൊണ്ട് രാജ്യത്തെ യുവതീ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥ സംജാതമാക്കിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെയെല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അവരെ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും BJPക്ക് ബ്ലഡ് മണി കൊടുക്കാത്ത, കൊള്ളപ്പണം കൊടുക്കാത്ത, രാഷ്ട്രീയ സംഭാവനകൾ നൽകാത്ത എല്ലാവരെയും വേട്ടയാടുകയും വ്യാജ കേസുകളും കള്ളക്കേസുകളും എടുത്ത് പലരെയും ജയിലിലടയ്ക്കുകയും പലരെയും ഭീഷണിപ്പെടുത്തി കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടായി BJPയുടെ അക്കൗണ്ടിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം കോടാനുകോടി രൂപ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് BJP സർക്കാർ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരെയും MP മാരെയും എല്ലാം വിലക്കെടുത്ത് ജനാധിപത്യ സർക്കാരുകളെ, ജനാധിപത്യത്തെ തന്നെ കൊല ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു സർക്കാർ രാജ്യം ഭരിക്കുന്നത് 140 കോടി ജനങ്ങൾക്കും ശാപമാണ്. അവരെ ഭരണത്തിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയാണ് 26 പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് രാജ്യമൊന്നാകെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ പോരാടുന്നത്. മാത്രവുമല്ല, മോദിയും അമിത്ഷായും കൂടി ഏകാധിപതിയെ പോലെ ഹിറ്റ്ലർ മോഡൽ, നാസി മോഡൽ, പിണറായി മോഡൽ ഭരണമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതും എതിരാളികളെ കള്ളക്കേസിൽ പെടുത്തി അന്വേഷണ ഏജൻസികളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, നിയമങ്ങൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഏകാധിപത്യ ഭരണം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെയുള്ള ഏകാധിപതികൾ ഭരണത്തിലിരുന്നാൽ തങ്ങളെ എതിർക്കുന്ന സ്വന്തം പാർട്ടിയിലെ അണികളെപ്പോലും അവർ TP ചന്ദ്രശേഖരനെ പോലെ കൊല ചെയ്യുകയോ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുകയോ അല്ലെങ്കിൽ പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ട് 75 വയസ്സ് എന്ന മാനദണ്ഡം BJP നടപ്പാക്കിയതുപോലെ LK അദ്വാനിയെ, യശ്വന്ത് സിൻഹയെ, മുരളി മനോഹർ ജോഷിയെ
തങ്ങൾക്ക് ഭീഷണിയാകുന്ന മുഖ്യമന്ത്രിമാരെയെല്ലാം വെട്ടിനിരത്തുന്ന പാർട്ടിയെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുന്ന കുതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് അമിത്ഷായും നരേന്ദ്രമോദിയും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏകാധിപത്യം അവസാനിക്കേണ്ടത്, ഈ ദുർഭരണം അവസാനിക്കേണ്ടത് ശതകോടീശ്വരന്മാർക്ക് വേണ്ടി, അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തിൻ്റെ നികുതിപ്പണം കൊള്ളയടിക്കുന്നത്, രാജ്യത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കപ്പെട്ട് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും നികുതിപ്പണം കവർച്ച ചെയ്യപ്പെടുന്നത് അവസാനിപ്പിക്കുവാനായിട്ട്, അഴിമതി രാഷ്ട്രീയം അവസാനിപ്പിക്കുവാനായിട്ട്, ഇന്ത്യയെ ലോകത്തിൻ്റെ നമ്പർ 1 രാജ്യമാക്കി മാറ്റിക്കൊണ്ട് അഴിമതിമുക്ത ഭാരതവും അഴിമതിമുക്ത BJP മുക്ത കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതവും കേരളവും കെട്ടിപ്പടുക്കുവാനായിട്ട് ആം ആദ്മി പാർട്ടിയിൽ അണിചേരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.